to Shynibindhus world. എങ്ങനെ നമുക്ക് ഇന്നൊരു ക്യാരറ്റ് ലിപ് ബാം ഉണ്ടാക്കാൻ നോക്കാം. ക്യാരറ്റിൽ ധാരാളം വിറ്റാമിൻ എ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചുണ്ടിലുള്ള പിഗ്മെന്റേഷനൊക്കെ മാറ്റി നമ്മുടെ ചുണ്ടിനെ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ ചുണ്ടിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു പിങ്ക് നിറം നൽകാനും സഹായിക്കുന്നു. നമ്മുടെ ചുണ്ടുകൾ കൂടുതൽ ഡ്രൈ ആവുന്നതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബോഡി ഹീറ്റ് കാരണമാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് കാരണം നമ്മുടെ ചുണ്ട് ഡ്രൈ ആവുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നക്കി ഇങ്ങനെ ചുണ്ടുകൾ നനച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ചുണ്ടെല്ലാം ഡ്രൈ ആവുകയും നമ്മുടെ ചുണ്ട് പിഗ്മെന്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ ക്യാരറ്റ് ലിപ് ബാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ഇതിനായിട്ട് 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ചെറിയ ക്വാണ്ടിറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് തോലെല്ലാം പീൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഞാൻ ബാക്ക് വശമൊക്കെ അഴുക്ക ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിതിനെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചീവി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ നിങ്ങൾ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ ഇതിനെ തേച്ച് നോക്കി. ഒരു രക്ഷയില്ല. പിന്നെ അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെതുക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ചീവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ കാച്ചണം. നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ക്യാരറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ക്യാരറ്റ് ഇട്ട് എടുക്കുകയാണ്. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അതായത് ആൽമണ്ട്, ഒലിവ് ഓയിലൊക്കെ നല്ലതാണ്. ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിലൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് തരും. പിന്നെ നിങ്ങൾക്ക് നല്ലെണ്ണ എടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് മുങ്ങുന്ന അളവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിനി തീ ഒന്ന് ഓണാക്കുകയാണ്. തിളയ്ക്കുന്നത് വരെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വച്ച് മാത്രമേ ഇത് എണ്ണ കാച്ചാവൂ. അപ്പോൾ ഇതൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ. ഇത് കുറച്ച് സമയമെടുക്കും ഈ എണ്ണ ഒന്ന് പാകമായി വരാൻ. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന അളവിന് വരണം. ഒരു കളർ ഒരു ബ്രൗൺ പോലെ ആവുന്നത് വരെ വരണം. അപ്പോൾ ഇതിൻ്റെ എസൻസൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ ഇതൊന്ന് ഇങ്ങനെ എണ്ണ കാച്ചിയെടുക്കണം. ഇല്ലെങ്കിൽ ഈ എണ്ണ ഒരു പകുതി വേവൊക്കെയായി അങ്ങനെ വച്ചിരുന്നാൽ നമുക്ക് കുറേ ദിവസം ഇരിക്കുമ്പോൾ ഈ എണ്ണയിൽ നിന്ന് ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. അത് കാരണം ഒന്ന് കുറച്ച് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ, കരിയാത്ത രീതിയിൽ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ കാച്ചിയെടുക്കുക. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ട് ലിപ് ബാം ഉണ്ടാക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പം ഞാനതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു 17 ml ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 17 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ബീസ് വാക്സ് ആണ്. ബീസ് വാക്സ് എന്ന് പറഞ്ഞാൽ തേനീച്ച മെഴുക്. ഇതെല്ലാം നമ്മുടെ ആയുർവേദ മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും ബീസ് വാക്സ്. അപ്പോൾ അതിവിടെ ഞാൻ ഒരു 7 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 7 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷിയ ബട്ടർ. ഇപ്പോൾ കണ്ടോ, ഷിയ ബട്ടർ അല്ലെങ്കിൽ കോക്കോ ബട്ടർ, അവക്കാഡോ ബട്ടറൊക്കെ, മാംഗോ ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷിയ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷിയ ബട്ടർ ഒരു 5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഒരു 5 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്.
വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ ചുണ്ടുകളെല്ലാം മോയ്സ്ചറൈസായിട്ട് വെച്ചിരിക്കാനും ലൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ ബീസ് വാക്സും ഷിയ ബട്ടറും ഒക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിപ് ബാമിൻ്റെ എല്ലാ ഓയിൽസ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ആൾറെഡി ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരു ക്യാരറ്റ് ലിപ് ബാം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഫുഡ് കളർ, ഒരു ഓറഞ്ച് കളർ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി ഇതിനൊരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊരു പഴയ ക്രീമിൻ്റെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ ക്യാരറ്റ് ലിപ് ബാം ഇവിടെ റെഡിയാണ്. ഇത് കണ്ടോ, ഞാൻ യൂസ് ചെയ്ത് ഈ പരുവത്തിൽ, ഞാൻ മാത്രമല്ല എൻ്റെ മക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുരന്ന് എടുത്തെടുത്തൊരു പരുവായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ചുണ്ടുകളെ സുന്ദരമാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ ഇട്ടുന്നതായിരിക്കും. ഗുഡ് ബൈ.